Good afternoon. Good afternoon, ma'am. ഇന്നാരാ prayer? മാം ഞാൻ Okay ടാ. പറഞ്ഞോട്ടാ. പേര് പറഞ്ഞോടാ. മുംതാസ്. മുംതാസ്. Okay. അറിവിന്റെ അക്ഷരമുറ്റത്തൊരായിരം വർണ്ണാക്ഷരങ്ങൾ വിരിഞ്ഞു നിൽക്കും. നന്മതൻ നിറകുടം എൻ കലാക്ഷേത്രത്തിൽ വന്നണയണമേ ജഗദീശ്വര. മനസ്സിൽ കോറിയിട്ടക്ഷരത്താളിൽ ഞാൻ ഗുരുവെന്ന അർത്ഥത്തെ കണ്ടുമുട്ടി. മനസ്സിന്റെ തമസ്സകറ്റിയിടുവാൻ എന്നിൽ ശോഭിതമാം തിരുമുഖം തിരിക്കൂ. ആ തിരുശോഭയിൽ മനം കുളിർക്കും. മാതാപിതാക്കളും ഗുരുക്കളും ശിഷ്യരും അറിവിലേക്കുണർത്തുന്ന സൽകുടുംബം. കരുണയും ദയയും സൽക്കർമ്മശുദ്ധിയും എന്നിൽ വിളങ്ങിടാൻ കൃപ ചൊരിയൂ. എൻ കരുണേശ വരമരുളൂ. താങ്ക് യു മാം. Thank you. Course of the day. Sorry. Sign ഇന്നാരാ പറയണേ? Sign പറഞ്ഞോട്ടാ. ടീന കേറിയില്ല ക്ലാസ്സില്. ടീന Okay, leaders ആരെങ്കിലും പറഞ്ഞോ. Sign in. ഓക്കെ മിസ്, ഞാൻ പറയാം. ഞാൻ പറയട്ടെ. Okay. ആരാ മിസ് പറഞ്ഞോട്ടോ. മുംതാസ്. പറഞ്ഞു. If you want to achieve success, stop asking permission. നിങ്ങൾ വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സമ്മതം ചോദിക്കൽ നിർത്തുക. സൈൻ ഇൻ മുംതാസ്. Okay ടാ. അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ കുറെ നാളായില്ലേ ക്ലാസ് എടുത്തിട്ട് തോന്നണം. ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞു നിർത്തിയത്? സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് ആണ് പറഞ്ഞത്. ഹയറാർക്കി ഓഫ് നീഡ്സ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? അതെ മിസ്. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. സൈൻ ഔട്ടേ ടീന കേറിയില്ലെങ്കിൽ ഞാൻ തന്നെ പറയട്ടെ. ആ പറഞ്ഞോടാ. പിന്നെ മാം ഉപ്പാക്കേ വയ്യാതെ ഡയാലിസിസ് ഒക്കെ ആയിട്ട് ഹോസ്പിറ്റൽ തന്നെയായിരുന്നു. അപ്പൊ ഒരു 2-3 വീക്സ് ക്ലാസ് എനിക്ക് കറക്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒരു കണ്ടിന്യൂറ്റിന്റെ കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഈ റെക്കോർഡ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് കിട്ടിയിട്ടില്ല എനിക്ക്. അതുകൊണ്ട് നോക്കിക്കോട്ടോ, ഒന്ന് റെക്കോർഡൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കിക്കോട്ടോ. ഓക്കെ, താങ്ക് യു. നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഹൈറാർക്കി ഓഫ് നീഡ്സിനെ കുറിച്ചിട്ടാണ്. നമ്മളുടെ നീഡ്സ് എങ്ങനെയാണ് ഹൈറാർക്കിയിൽ അറേഞ്ച് ചെയ്യണമെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പൊ നീഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ആവശ്യങ്ങളാണ്. ആ ആവശ്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഹൈറാർക്കിക്കൽ ഓർഡർ എന്ന് വെച്ചാല് ഫസ്റ്റ് എന്താണ് നീഡ്, സെക്കൻഡ് എന്താണ്, തേർഡ് എന്താണ്, നെക്സ്റ്റ് എന്താണ്, ആ നീഡ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഹൈറാർക്കിക്കൽ ഓർഡറിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മള് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു പോയിന്റ് ടോപ്പിലേക്കാണ് ആരോ കൊടുത്തിരിക്കുന്നത്. എല്ലാവരും ഞാനിപ്പോ ഈ കാണിക്കാൻ പോകുന്ന നീഡ് ഒന്ന് ട്രയാങ്കിൾ ആകൃതിയിൽ വരയ്ക്കും. ആ പോയിന്റ്സ് നമ്മൾ കൊടുത്തിരിക്കുന്ന എടുത്ത് തന്നെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. സോ ട്രയാങ്കിൾ ആക്കിയിട്ട് വരയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പറ്റൂലേ? എല്ലാവർക്കും അവിടെ സ്ഥലം ഉണ്ടല്ലോ ഇല്ലേ? അപ്പൊ ഒന്ന് വരയ്ക്കുമല്ലോ വേഗം.
ട്രയാങ്കിൾ പെൻസിലും കൊണ്ട് വരച്ചാൽ മതി. ട്രയാങ്കിൾ ബേസിക് നീഡ്സ്, നെക്സ്റ്റ് സേഫ്റ്റി നീഡ്സ്, നെക്സ്റ്റ് സോഷ്യൽ നീഡ്സ്, എക്സ്ട്രീം നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. സെയിം നെയിമുകൾ തന്നെയാണ്, ഇത്തിരി മാറ്റമുള്ളതെന്നുള്ളൂ. നമ്മുടെ ബുക്കിൽ ഇത്തിരി മാറ്റമുള്ളത് മാത്രമേ ഉള്ളൂ. സെയിം മീനിങ്, സെയിം പേരുകളാണ് കേട്ടോ. പഠിച്ചു വേണ്ടൊന്ന് പറയണോ കേട്ടോ. കഴിഞ്ഞു മിസ്. എല്ലാവരും കഴിഞ്ഞോ വരച്ച്? ഓക്കെ. ഓക്കെ, മാറ്റാലോ? വരച്ചു കഴിഞ്ഞ എല്ലാവരും ട്രയാങ്കിൾ നീഡ്സിന്റെ പേരും എഴുതാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ നീഡ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് ബേസിക് നീഡാണ്. അപ്പൊ ഒരു കുട്ടീനെ സംബന്ധിച്ച്, അപ്പൊ ആരെ സംബന്ധിച്ച്, വ്യക്തിനെ സംബന്ധിച്ച് നമുക്ക് പറയാം. കാരണം ഇത് കുട്ടികളെ സംബന്ധിച്ചും അതേപോലെ മനുഷ്യരെ സംബന്ധിച്ചിട്ടുള്ള ഒരു നീഡ്സ് ആണ്. വ്യക്തിനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ ബേസിക് നീഡ്സ് എന്തൊക്കെ വരും? എന്തൊക്കെയാണ് ബേസിക് നീഡ്സ്? ഫുഡ്, ഷെൽട്ടർ, വാട്ടർ, എയർ. ഓക്കെ, ഫുഡ്, ഷെൽട്ടർ, വാട്ടർ, അതേപോലെ എയർ, ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള നീഡ്സ് എന്ന് പറയുന്നത്. അതാണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് നമ്മൾ പറയും. നമ്മുടെ ടെസ്റ്റിൽ ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. നെക്സ്റ്റ് രണ്ടാമത്തെ നീഡാണ് ഏത്? സേഫ്റ്റി നീഡ്സ്, അല്ലെങ്കിൽ നീഡ് ഫോർ സെക്യൂരിറ്റി. നമുക്ക് സേഫ് ആയിട്ടുള്ളൊരു പ്ലേസ് വേണം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് സേഫ്റ്റി നീഡ്സ്? സേഫ്റ്റി നീഡ്സിൽ എന്ത് വരും? ഷെൽട്ടർ എനിക്ക് തോന്നുന്നത് സേഫ്റ്റി നീഡ്സിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നോക്കാട്ടെ, നമുക്ക് ടെസ്റ്റിലേക്ക് വരാം. When we have seen in this that children have different needs. ഓരോ കുട്ടികൾക്കും പല പല ആവശ്യങ്ങളാണ് ഉള്ളത്. Some of these are physiological requirements which are essential to survive. ചിലതെന്ന് പറയുന്നത് നമ്മുടെ സർവൈവലിന് തന്നെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ളത് ആണ് ഫിസിയോളജിക്കൽ നീഡ്സ്, അല്ലെങ്കിൽ ബേസിക് റിക്വയർമെന്റ്സ് ആണ്. ദീസ് ആർ കോൾഡ് പ്രൈമറി റിക്വയർമെന്റ്സ് ആൻഡ് ഇൻക്ലൂഡ് ദ നീഡ്സ് ഫോർ സാറ്റിസ്ഫൈങ് ഹങ്ങർ, തേഴ്സ്റ്റ്. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദാഹവും വിശപ്പും ഒക്കെയാണ് ആദ്യത്തെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരുന്നത്. നമ്മുടെ പ്രൈമറി റിക്വയർമെന്റ്സ് ആണ് ഇതിൽ ഫസ്റ്റ് വരുന്നത്. When these needs are fulfilled, the child looks towards satisfying her safety needs. നമ്മൾ ഈ ഒരു നീഡ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് നീഡ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട സ്റ്റെപ്പിലേക്ക് പോകും. നെക്സ്റ്റ് നീഡ് ഏതാണ്? സേഫ്റ്റി നീഡാണ്. നെക്സ്റ്റ് ഇൻ ദ ഹൈറാർക്കി ആർ ലവ് നീഡ് such as need of affection. നെക്സ്റ്റ് നീഡ് ആണ് ഇത് ലവ് നീഡ് എന്ന് പറയുന്നത്. സേഫ്റ്റി നീഡ് അച്ചീവ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് നീഡിലേക്കാണ് പോകുന്നത്? ലവ് നീഡ്, നീഡ് ഫോർ ബിലോങ്നെസ് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അറ്റ് ദ നെക്സ്റ്റ് ലെവൽ the need for esteem and belongingness. അടുത്തതാണ് esteem and belongingness. These consist the social emotional needs. അപ്പൊ ഈ പറഞ്ഞ മൂന്ന് നീഡ്സ് ആണ് സോഷ്യൽ ഇമോഷണൽ നീഡ്സിൽ വരുന്നത്. ആൻഡ് ഫൈനലി comes the need for self actualization. ഏറ്റവും അവസാനം വരുന്ന സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടണം, അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. These consist of social and emotional needs, and finally comes the need for self-actualization. Need to achieve one's potential and creative work and explore the environment and understand it. ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയെ സംബന്ധിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്നെ സംബന്ധിച്ച് എന്റെ ഏറ്റവും വലിയ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഏറ്റവും വലിയ ഡ്രീം എന്താണോ അത് അച്ചീവ് ചെയ്യുന്നതായിരുന്നു. This diagram shows as an extract idea of hierarchy of needs. Only when the needs at one level are satisfied, the child has to act to satisfy the next higher level of needs. അപ്പൊ എന്താ പറയുന്നത്? ഫസ്റ്റ് നീഡ് സാറ്റിസ്ഫൈ ചെയ്ത ആളാണ് ഒരു കുട്ടീനെ സംബന്ധിച്ച് നെക്സ്റ്റ് നീഡിലേക്ക് അവർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കടക്കാനായിട്ട് പറ്റുള്ളൂ. അടുത്ത നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് നീഡ് ഓഫ് ഹയറാർക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വരുന്നത് എന്താണ്? നമ്മുടെ ബേസിക് നീഡ്സ് ആണ്. നിങ്ങൾ പറഞ്ഞ പോലെ ഫുഡും എന്താണ് വാട്ടറും, അല്ലെങ്കിൽ
ഫുഡ്, വാട്ടർ, എയർ, അതൊക്കെയാണ് ഒരാൾക്ക് സർവൈവ് ചെയ്യാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ് എന്നാണ് ഫുഡും വാട്ടറാണ്. നെക്സ്റ്റ് ആണ് സേഫ്റ്റി നീഡ്. സേഫ്റ്റി നീഡിലാണ് നമുക്കൊരു കുട്ടികളെ സംബന്ധിച്ച് എന്താണ്, അവരെപ്പോഴും സേഫ് ആയിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെ. എപ്പോഴും അവര് മറ്റുള്ളവരാൽ കെയർ ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കുട്ടികൾ. കാരണം അവരോട് വാത്സല്യം കാണിക്കണം, അവരോട് കെയർ കാണിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ആര് കുട്ടികൾ എന്ന് പറയുന്നത്. നമ്മൾ നല്ല സേഫ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ സേഫ്റ്റി നീഡ് എന്ത് ചെയ്യാൻ പറ്റണം, അച്ചീവ് ചെയ്യാനായിട്ട് പറ്റണം. അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുകയും വേണം. എന്ന് വെച്ചാൽ സേഫ്റ്റി നീഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മള് സേഫ് ആണ്, കുട്ടികൾ നമ്മുടെ കൂടെ നല്ല സേഫ് ആണ്, അവര് പുറത്തുനിന്നുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സുകളിൽ നിന്നൊക്കെ സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തണം. അപ്പൊ എന്തോ ആവട്ടെ ഒരു നല്ല സേഫ് ആയിട്ടുള്ള പ്ലേസിലാണ് അവർ താമസിക്കുന്നത്. ഷെൽട്ടർ ഇവിടെ വരും, സേഫ്റ്റി നീഡ്സിന് ഷെൽട്ടർ വരും. പിന്നെ അതേപോലെ നമുക്ക് കുട്ടികൾക്ക് എങ്ങനെയാണ് നല്ല വാത്സല്യത്തോടെ നമ്മൾ അഫെക്ഷൻ ഒക്കെ പറഞ്ഞു, ലവും അഫെക്ഷനും ഒക്കെ ഈ സേഫ്റ്റി നീഡിന്റെ ബേസിക് ആണ്. നല്ല രീതിയിൽ നമ്മൾ എന്താണ്, നല്ല സ്നേഹത്തോടു കൂടി നല്ല അഫെക്ഷനോട് കൂടി ആയിരിക്കണം കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ വളർത്തിയെടുക്കാനായിട്ട്. അപ്പൊ അവർക്ക് ആ ഒരു ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫീലിംഗ് അവിടെ ഡെറൈവ് ചെയ്യാണ്, നമ്മളിവിടെ സേഫ് ആണ്. നമുക്ക് എങ്ങനെയാണ് കുട്ടികളെ സേഫ് ആക്കാൻ പറ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്നേഹവും അതേപോലെ നമ്മുടെ കരുതലും നമ്മൾ പ്രകടിപ്പിച്ച്, അല്ലാണ്ട് ഇതെല്ലാം ഉണ്ട്, നമ്മളത് പ്രകടിപ്പിക്കാതെ മാറ്റി വെക്കല്ല വേണ്ടത്. നമ്മളിതെല്ലാം പ്രകടിപ്പിച്ച് തന്നെ കുട്ടികൾ നമ്മുടെ കൂടെ സേഫ് ആണെന്നുള്ളൊരു ഫീലിംഗ് നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അത് ഒരു കുട്ടീനെ സംബന്ധിച്ച് ഏറ്റവും നല്ല വരുന്നത്. അവർക്ക് വരുന്ന അടുത്ത നീഡാണ് സോഷ്യൽ നീഡ്. ചില പാരന്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കുട്ടികളെ മറ്റു പാരന്റ്സിന്റെ മുമ്പിലോ അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ മുമ്പിലോ ചെറുതാക്കി കാണിക്കും. അത് ഒരു കുട്ടിക്കും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. കാരണം അവരുടെ പാരന്റ്സിന്റെ മുമ്പിൽ എപ്പോഴും ഇപ്പൊ എത്ര കുരുത്തക്കേട് കാണിച്ചാലും എത്ര മോശം കുട്ടിയാണെങ്കിലും സ്വന്തം പാരന്റ്സിന്റെ മുമ്പിൽ അവർക്കൊരു ഇതുണ്ട്, എന്ത് പ്രശ്നം പറ്റിയാലും എന്റെ കൂടെ ആര് നിൽക്കാനുണ്ട്, നമ്മുടെ പാരന്റ്സ് നിൽക്കാനുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വലുതാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന ആ ഒരു കാര്യം പറയാനായിട്ട് നമ്മുടെ കുട്ടികളെ എന്താക്കണം, പ്രാപ്തരാക്കണം. അപ്പൊ നീഡ് ഫോർ ബിലോങ്നെസ് നമുക്കൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ സോഷ്യൽ നീഡ്, നീഡ് ഫോർ ബിലോങ്നെസ്സിനെ തന്നെയാണ് സോഷ്യൽ നീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു നീഡ് നമ്മൾ എന്ത് ചെയ്യണം, അച്ചീവ് ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു കുട്ടി ചെറുതാണ്, നമുക്കറിയാം ആ ഒരു കുട്ടി നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾക്ക് അവന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഏതൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നമ്മളത് ഹാൻഡിൽ ചെയ്തോളും എന്നുള്ളൊരു ഫീലിംഗ് നമ്മൾ ഈ സേഫ്റ്റി നീഡ് വഴി നമുക്ക് ഈ സോഷ്യൽ നീഡും കൂടി അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ നമ്മളോട് ഒന്നും തുറന്ന് പറയില്ല. അവരുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലംസും നമ്മളോട് പാരന്റ്സിനോടാവട്ടെ ടീച്ചേഴ്സിനോടാവട്ടെ തുറന്നു പറയില്ല. നമ്മൾ അവരുടെ അടുത്ത് ഒരു ഒരു നീഡ് ഫോർ ബിലോങ്നെസ്, അവർക്കൊക്കെ നമ്മൾ ഉണ്ട് എന്നുള്ളൊരു തോന്നല് അല്ലെങ്കിൽ ആ ഒരു ഒരു വിശ്വാസം നമ്മൾ ആ കുട്ടികളിൽ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ആണ് എക്സ്റ്റീം നീഡ് ടു ഫീൽ കോമ്പിറ്റന്റ്. നമ്മൾ നീഡ് ടു ഫീൽ കോമ്പിറ്റന്റ്, നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റും, നമ്മൾ കോമ്പിറ്റന്റ് ആണ്, പ്രോപ്പർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് തന്നെയാണ് എക്സ്റ്റീം നീഡ് ആൻഡ് ബിലോങ്നെസ് നീഡ്. എക്സ്റ്റീം നീഡ് എന്ന് പറയുന്നത് നീഡ് ഫോർ നെക്സ്റ്റ് ആണ് എക്സ്റ്റീം നീഡ്. ഏത് നീഡ് ടു ഫീൽ കോമ്പിറ്റന്റ് എന്ന് പറയുന്നതാണ് എക്സ്റ്റീം നീഡ്. മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടണമെന്ന് നമ്മളെല്ലാവരും ഫീൽ ചെയ്യുന്നതാണ്. നമ്മൾ ടീച്ചേഴ്സിന്റെ ഇതില് നിങ്ങൾ കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇത്രയും നാള് ഹൗസ് വൈഫ് ആയിട്ട്, ഭൂരിഭാഗം പേരും അങ്ങനെ ആയിരിക്കുള്ളൂ, ഹൗസ് വൈഫ് ആയിട്ട് കുറെ നാള് ബ്രേക്ക് ഒക്കെ എടുത്ത് മക്കളെയും കുട്ടികളെയൊക്കെ നോക്കി അവർക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ജീവിക്കണം നമുക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ജീവിക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ കരിയർ, നമ്മളുടെ ഓരോ ആഗ്രഹങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു കോഴ്സ് എടുത്തിരിക്കുന്നത്. എക്സാമ്പിൾ ആണ് ഈ ഒരു കോഴ്സ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ ഈ കോഴ്സ് ഒക്കെ എടുത്തു, നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ കുറെ കുട്ടികൾ ട്രെയിനിങ്ങിന് വേണ്ടി പോയിട്ടുണ്ട്. അവരൊക്കെ ആ ഒരു സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മൾ പുറത്ത് വെച്ചാണെങ്കിൽ മോളിപ്പോ എന്ത് ചെയ്യാന്ന് ചോദിക്കുകയും അപ്പൊ നമ്മൾ പറയുന്നത് ഞാൻ എന്റെ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് കയറിയിട്ടുണ്ട്, ആ ടീച്ചറാണ്,
മോൻ അപ്പൊ ഒരു ടീച്ചറാണ്. ടീച്ചർ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരൊരു ബഹുമാനം നമുക്ക് തരും, ഒരു റെസ്പെക്ട് നമ്മൾ ചെയ്യാറുണ്ട്. അത് ഞാൻ ഫീൽ ചെയ്യണമെന്ന് നിങ്ങളോട് പറഞ്ഞതാണ്. നിങ്ങൾ ട്രെയിനിങ്ങിനൊക്കെ പോയവര് അത് ചിലപ്പോൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും. മറ്റുള്ളവരിൽ നിന്ന് നമുക്കൊരു റെസ്പെക്ട് കിട്ടും. ഒരു മോൻ ടീച്ചർ ആണല്ലേ, അവിടെ വർക്ക് ചെയ്യണല്ലേ, എത്രാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കണേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവരുടെ മുമ്പിൽ ഒരു എന്താ പറയുക, ഒരു ബഹുമാനം, നമ്മളെ മറ്റുള്ളവരെ ബഹുമാനിക്കുമ്പോൾ നമുക്ക് ഫീലിംഗ് ഉണ്ട്. ആ ഒരു ഫീലിംഗ് ആണ് നീഡ് ടു ഫീൽ കോമ്പിറ്റന്റ്. നീഡ് ടു ഫീൽ കോമ്പിറ്റന്റ് എന്ന് വെച്ചാൽ എക്സ്ട്രീം നീഡാണ് നമ്മൾ അവിടെ അച്ചീവ് ചെയ്യുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ സൈക്കോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്ത് നിങ്ങളുടെ സൈക്കോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നേരത്തിന് ഫുഡും വാട്ടറൊക്കെ കിട്ടുന്നുണ്ട്. നീഡ് ഫോർ സെക്യൂരിറ്റി, നല്ല ഹാപ്പി ഫാമിലി ഉണ്ട്, പ്രോപ്പർ ആയിട്ട് ലീവ് ചെയ്യാനായിട്ട് ഒരു വീടുണ്ട്. നീഡ് ഫോർ ബിലോങ്നെസ്, നമുക്ക് ചുറ്റും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. നീഡ് ടു ഫീൽ കോമ്പിറ്റന്റ്, ഞാനിത് അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ ഒരു റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇപ്പൊ ട്രെയിനിങ്ങിനൊക്കെ പോയപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞ് നമ്മുടെ ഈ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ജോലിയിൽ പോസ്റ്റ് ആവുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് സാരം ചെറിയൊരു ജോലിയാണെങ്കിൽ പോലും, പക്ഷെ നമുക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയാ, ആ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ടീച്ചർ എന്നുള്ള സ്റ്റാറ്റസ് ആണ്. നമ്മളൊക്കെ വിചാരിക്കും കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറാണോ? അല്ല, അങ്ങനെ വേർതിരിവ് ഒന്നും കാണിക്കുന്നത്. ടീച്ചർ എന്ന് പറഞ്ഞാൽ അത് ടീച്ചറാണ്. അവിടെ ഒരു ഡിഫറൻസ് ഇല്ല. ചെറിയ കുട്ടികളെയാണോ കോളേജിലെ കുട്ടികളെയാണോ പഠിപ്പിക്കുന്നതിനുള്ള വേർതിരിവുകളോ ഒന്നുമില്ല. നിസ്സാരാണെന്ന് ഒരാളും കാണുന്നത്. ടീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ സൊസൈറ്റിക്ക് ഒരു പ്രത്യേക ഒരു റെസ്പെക്ട് ആണ് നമ്മളോട് തോന്നുന്നത്. നമ്മളതൊന്നും മനസ്സിലാക്കിയാൽ മതി. ദെൻ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എനിക്ക് 4 നീഡും അച്ചീവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അത് ഓരോരുത്തരുടെ മൈൻഡിനനുസരിച്ചാണ് നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് ആയിരിക്കില്ല നിങ്ങളുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്തതിന് ഞാൻ ചെറുപ്പം മുതലേ കണ്ടൊരു സ്വപ്നമുണ്ട്. ചിലപ്പോ ആ ഒരു സ്വപ്നം ഞാൻ അച്ചീവ് ചെയ്യുമ്പോഴായിരിക്കും എന്റെ ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് ഞാൻ അച്ചീവ് ചെയ്തു എന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്കും ഉണ്ടാവും ചെറുപ്പം മുതലേ നിങ്ങളൊരു കണ്ടൊരു സ്വപ്നം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും മാക്സിമം എന്താ പറയാ, അത്രയും വലിയൊരു ആഗ്രഹം ഉണ്ടാവും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും നമ്മള് ഇങ്ങനെ എന്താ പറയാ അച്ചീവ് ചെയ്യണമെന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടാവും. ഈ ആഗ്രഹം അച്ചീവ് ചെയ്യുമ്പോഴാണ് ഓരോ വ്യക്തിയും, അല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് എപ്പോഴാണ്? ഈ ഒരു നീഡ് അച്ചീവ് ചെയ്യുമ്പോഴാണ്. നമ്മള് സെൽഫ് ആക്ച്വലൈസ് ചെയ്യണം. അത് ഫീലിംഗ് ആണ്, ജസ്റ്റ് ഇതൊക്കെ ഫീലിംഗ് ആണ്. നമ്മൾ എന്താ പറയാ, അത് മണിയിൽ ഒന്നിലും മെഷർ ചെയ്യാനായിട്ട് വലിയ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് ഒരു കാര്യത്തിൽ അത് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ ആ ഒരു പദവിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡിലേക്ക് എത്തുക, അല്ലെങ്കിൽ ആ ഒരു എയിമിലേക്ക് എത്തുന്നതാണ് സംബന്ധിച്ച് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് ചെറുപ്പത്തിലെ അവരുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ ചിലപ്പോൾ നല്ല മാർക്ക് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ നല്ലൊരു കോളേജിൽ പോസ്റ്റ് ആവുന്നതോ, അങ്ങനെ ചെറുപ്പം മുതലേ കണ്ടവരുടെ സ്വപ്നം ഉണ്ടാവും. നിങ്ങൾക്ക് അറിയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊരു കഥ പറയാം. ഒരു കുട്ടീനെ കുറച്ച് കുട്ടികൾ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കും സാറ്. അപ്പൊ ആ സാറ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ആ സാറ് എന്താ ചെയ്യുന്നത്, പക്ഷികൾ പറക്കുന്നതോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പക്ഷികൾ എങ്ങനെയാ പറക്കുന്നതെന്നോ എന്നാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോ ആ പക്ഷികൾ എങ്ങനെ പറക്കുന്നതെന്നുള്ള ക്ലാസ് എടുത്തപ്പോ കുട്ടിക്ക് കാര്യം മനസ്സിലായില്ല. അപ്പൊ എന്ത് ചെയ്തു, ആ കുട്ടീനെ ആ സാറ് എവിടെ കൊണ്ടുപോയി, ഒരു കടൽ തീരത്ത് കൊണ്ടുപോയിട്ട് അവിടെയുള്ള പക്ഷികൾ എങ്ങനെയാണ് പറക്കണേന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ആ പറഞ്ഞു കൊടുത്തപ്പോ ആ കുട്ടിക്ക് വ്യക്തമായിട്ട് അത് എന്ത് ചെയ്തു, മനസ്സിലായി. ആ കുട്ടി കണ്ടൊരു സ്വപ്നമാണ്. എന്താണ് ആ സ്വപ്നം എന്നറിയാവോ? ആരാണ് ഈ കുട്ടീന്ന് അറിയാവോ നിങ്ങൾക്ക്? അബ്ദുൽ കലാം. അതെ, ആ കുട്ടി കണ്ട സ്വപ്നത്തിൽ നിന്നാണ് നമ്മള് ഇന്ത്യക്കാരെ ഇത്രയും റെസ്പെക്റ്റോടെ കാണുന്ന മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, നമ്മളുടെ തന്നെ ജനങ്ങളുടെ പ്രസിഡന്റ് ആയിട്ട് മാറാനായിട്ട് പ്രചോദനമായത് ആ ഒരു ചെറിയൊരു ഇൻസിഡന്റിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ആ ഒരു സ്വപ്നത്തിലേക്ക് അദ്ദേഹം അച്ചീവ് ചെയ്തു, സെൽഫ് ആക്ച്വലൈസേഷൻ, അല്ലെങ്കിൽ എന്താ പറയാ, അത്രയും എന്താ പറയാ ആ ഒരു എയിമിലേക്ക് എത്തി. അദ്ദേഹത്തിന് കണ്ട സ്വപ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കണം, അതേപോലെ പൈലറ്റ് ആവണം എന്നായിരുന്നു സ്വപ്നം. പക്ഷെ അത് എവിടെയൊക്കെയോ തട്ടി ഇതായിട്ട് അദ്ദേഹം പിന്നെ നമ്മുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആയിട്ട് മാറാനായിട്ട് കാരണമായി. അപ്പൊ നമ്മളുടെ സ്വപ്നങ്ങള് നമ്മൾ എന്ത് ചെയ്യുക, അച്ചീവ് ചെയ്യാനുള്ളതാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്യാനുള്ളതാണ്. സോ നമ്മൾ ഈ പറഞ്ഞത് ഒരു കുട്ടിയുടെ ലെവലിൽ നിന്ന് ചിന്തിക്കുക. ഒരു കുട്ടീനെ സംബന്ധിച്ച് എന്താണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ അവന് ഫുഡും വാട്ടറും പ്രോപ്പർ ആയിട്ട് കിട്ടണം.
നെക്സ്റ്റ് നീഡ് ഓഫ് സെക്യൂരിറ്റി, അവനെ സ്നേഹിക്കാനായിട്ട് അല്ലെങ്കിൽ അവൻ സേഫ് ആണെന്ന് വിചാരിക്കാൻ വേണ്ടി, സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാൻ, സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പ്രോപ്പർ ആയിട്ടൊരു വീടും നല്ലൊരു അന്തരീക്ഷവും വേണം. നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഫാമിലി അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ മാത്രമേ സെക്യൂർഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് നീഡ് ഫോർ ബിലോങ്നെസ് ആണ്. അവന് വേണ്ടിയിട്ട് അവന്റെ പാരന്റ്സ് എന്താ പറയാ നല്ല രീതിയിൽ അവനെ കെയറും അഫെക്ഷനും ലവും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് എക്സ്റ്റീം നീഡ്, മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്നുണ്ടെന്നുള്ള ഒരു ഫീലിംഗ്. ഇപ്പൊ നമ്മളുടെയൊക്കെ കുട്ടികളുടെ ഇടയിലാണെങ്കിൽ ചെറിയ ഗെയിം ഒക്കെ കളിക്കൂലേ, അപ്പൊ എന്താ പറയാ ക്യാപ്റ്റനൊക്കെ തെരഞ്ഞെടുക്കൂലേ, അപ്പൊ അവിടെ എന്താ പറയുന്നത് എക്സ്റ്റീം നീഡാണ് അവൻ അച്ചീവ് ചെയ്തത്. കാരണം നീ ക്യാപ്റ്റൻ ആയാൽ മതി, നീ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സേഫ് ആയിരിക്കും. അങ്ങനെ ഒരു ഫീലിംഗ് ക്യാപ്റ്റനൊക്കെ ആക്കുമ്പോ അല്ലെങ്കിൽ ടീം ലീഡർ ഒക്കെ ആക്കുമ്പോ ആ കുഞ്ഞു മനസ്സിന് ഭയങ്കര ഹാപ്പിനെസ് ആ തോന്നുന്നത്. കാരണം എന്താണ്, അവൻ എന്തൊക്കെയോ ആണെന്ന് അവന്റെ മനസ്സെന്ന് ചിന്തിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചെറുപ്പത്തിൽ ചിലപ്പോൾ അത് എൻജോയ് ചെയ്തിട്ടുണ്ടാകും. നമ്മളെയൊക്കെ എന്നെ ഒന്നും ടീം ലീഡർ ആക്കിയിട്ടില്ല, ഞാൻ ഇതുവരെയും ടീം ലീഡർ ഒന്നും ആയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് എന്നെ എന്താ ടീം ലീഡർ ആക്കാതെ, ഞാൻ വിചാരിച്ചു ആ കുഴപ്പമില്ല ടീം ലീഡർ അല്ലേ, കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചു. അന്ന് വിഷമിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഞാനും വിഷമിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ലീഡറൊക്കെ ആക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ക്ലാസ് ലീഡറോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ലീഡറോ ഒക്കെ ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എന്താണ് ആ കുട്ടികളുടെ മനസ്സ് അത്ര ഹാപ്പി ആയിരിക്കും. ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ ഏതാണ്, ഞാനിപ്പോ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഒരു ഗെയിമില് ക്യാപ്റ്റൻ ഒക്കെ ആണെങ്കിൽ ആ ഒരു ഗെയിം എന്ത് ചെയ്യുമ്പോ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ഒക്കെ ചെയ്ത് അച്ചീവ് ചെയ്യുമ്പോ അല്ലെങ്കിൽ ഫസ്റ്റ് അടിക്കുമ്പോ അവൻ ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്യും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഓരോ രീതിയിൽ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒന്ന് നോക്കി എന്താണ് നീഡ് ഓഫ് ഹയറാർക്കി എന്നുള്ളത്. ഈ നീഡ് ഓഫ് ഹയറാർക്കി, ഞാനിപ്പോ ഈ പറഞ്ഞ നീഡ് ഓഫ് ഹയറാർക്കി എബ്രഹാം മാസ്ലോ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്തത് ഡെറൈവ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. എബ്രഹാം മാസ്ലോന്റെ നീഡ് ഓഫ് ഹയറാർക്കി ആണ് നമ്മൾ മിക്ക ഇപ്പൊ ചെറുപ്പം മുതലേ എബ്രഹാം മാസ്ലോന്റെ നീഡ് ഓഫ് ഹയറാർക്കി ചിലപ്പോൾ പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും. നിങ്ങളിൽ ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ട് എബ്രഹാം മാസ്ലോന്റെ നീഡ് ഓഫ് ഹയറാർക്കി, കേട്ടിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട് മാം. പഠിച്ചിട്ടുണ്ട്. അത് വേറെ രീതിയിലായിരിക്കും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവുന്നത്. ചിലപ്പോൾ അത് ബിസിനസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന രീതിയിലോ അങ്ങനെ എന്തെങ്കിലും മോട്ടിവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് അത് പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് വേറൊരു രീതിയിലാണ്. അപ്പൊ രണ്ടും നമ്മൾ എന്ത് ചെയ്ത് കമ്പയർ ചെയ്തിട്ട് നമ്മളിപ്പോ പറഞ്ഞു ഒരു കുട്ടിയുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടിയുടെ ആഗ്രഹങ്ങൾ നീഡ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് നോക്കും. അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നീഡ് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കണം. ഓക്കെ, ബിസിനസ്സിൽ പഠിക്കാനുണ്ട്, അതല്ലാണ്ട് ഒരുപാട് ബിഎഡിനൊക്കെ പഠിക്കാനുണ്ട്. നീഡ് ഓഫ് ഹയറാർക്കി, ഹയറാർക്കി ഓഫ് നീഡ്സ് ഒക്കെ പഠിക്കാൻ, മാസ്ലോയുടെ നീഡ് ഓഫ് ഹയറാർക്കി ഒക്കെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ നമ്മളൊന്ന് വായിച്ചു നോക്കിയ ഹയറാർക്കി ഓഫ് നീഡ്സ് ഒന്ന് വായിച്ചു നോക്കി. നീഡ് ഓഫ് ഹയറാർക്കി നോക്കിയോ?
ഈ നീഡ് ഓഫ് ഹൈറാർക്കി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ നീഡിന്റെ ഓർഡർ ചോദിക്കാറുണ്ട്. ഇപ്പൊ ഫസ്റ്റ് ഏതാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്? സൈക്കോളജിക്കൽ നീഡാണ് ഒന്ന്, നീഡ് ഫോർ സെക്യൂരിറ്റി ആണ് 2, നീഡ് ഫോർ ബിലോങ്ങിനെസ് 3, നീഡ് ഫോർ സ്ലീപ് കോമ്പിറ്റന്റ് 4. നെക്സ്റ്റ് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അപ്പൊ നമുക്ക് ഈ 5 നീഡ്സും തന്നിട്ടുണ്ടാവും. 1 അല്ലെങ്കിൽ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ 5 നീഡ്സ് തന്നിട്ടുണ്ടാവും. എന്തായാലും ഓർഡർ തെറ്റിച്ചായിരിക്കും തന്നത്. അപ്പൊ കറക്റ്റ് ഓർഡർ നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യേണ്ടത് വരും. ഈ നീഡിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിട്ടുള്ളത് കേട്ടോ. ഈ നീഡ് ഓഫ് ഹൈറാർക്കിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മെയിൻ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ആൻസർ ചെയ്യാനായിട്ട്. ഓർഡർ പഠിച്ചു വെക്കാൻ പാടില്ല. ഓക്കെ, താഴ്ത്തുനിന്നാണ് ഓർഡർ വന്നെ കേട്ടോ. എപ്പോഴും താഴ്ത്തുനിന്ന് പഠിക്കാം. ഓക്കെ അല്ലേ? ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക് ആണ് അത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ആണ് നീഡ് കൺസെപ്റ്റ്. ഒരുപാട് വ്യക്തികള്, ഞാൻ പറഞ്ഞ മാസ്ലോനെ പോലെ ഒരുപാട് വ്യക്തികൾ എന്താണ്, ഇപ്പൊ ഹെൻറി മൊറേനൊക്കെ പോലെ ഒരുപാട് വ്യക്തികൾ എന്താണ് മോട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നീഡ്സുകൾ ഡെറൈവ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻസ് മാത്രമേ നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ. കാരണം എന്താണ്, ഒരുപാട് നീഡ്സ് അവർ പറയുന്നുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നീഡ്സ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. ദ നീഡ് കൺസെപ്റ്റ് ആണ് പറയുന്നത്. ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് ഡ്രൈവ്. കുറച്ച് എന്താണ് ആഗ്രഹമായിട്ട് ഈ നീഡ് കൺസെപ്റ്റ് റിലേറ്റഡ് ആണ്. നമ്മളുടെ ആഗ്രഹവും നമ്മുടെ ആവശ്യവും, നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആവശ്യം, ആഗ്രഹവും ഏകദേശം കണക്റ്റഡ് ആണ്. ചെറിയ ഞാൻ പറഞ്ഞില്ലേ, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്നുള്ളത് എന്ത് ചെയ്യാം, കണ്ടെത്താം. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് എടുത്തതും അതേപോലെ ടീച്ചർ ആവാന്ന് മനസ്സുകൊണ്ട് പ്രാപ്തി അങ്ങനെ ഒരു എന്താ പറയുക, ഒരു തയ്യാറെടുപ്പൊക്കെ എടുത്ത് നമ്മളിവിടെ വന്നിരിക്കണം. അപ്പൊ നമ്മൾ കണ്ടെത്തി നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് കണ്ടെത്തി. Several experiments on animals have demonstrated that the needs are connected with motivation. ഒരുപാട് ഇതില് പഠനങ്ങൾ നടത്തിയതിന്റെ ഭാഗമായിട്ട്, അതിനൊക്കെ പഠനങ്ങൾ നടത്തിയതിന്റെ ഭാഗമായിട്ട് ഈ നീഡ് എന്ന് പറയുന്നത് എന്തായിട്ട് കണക്റ്റഡ് ആണ്, മോട്ടിവേഷൻ ആയിട്ട് കണക്റ്റഡ് ആണ്. ഇനി നമ്മുടെ ഹ്യൂമൻ ബീങ്സിൽ പഠനം നടത്തിയത് ദ നീഡ്സ് ആർ ബയോളജിക്കൽ ആസ് വെൽ ആസ് സൈക്കോളജിക്കൽ. ഒരു വ്യക്തിയുടെ നീഡ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ആവട്ടെ, ശാരീരികപരമാവട്ടെ, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആവട്ടെ, മെന്റലി ഒരു കാര്യം അച്ചീവ് ചെയ്യുക. അതായത് നമ്മുടെ ചെറിയതൊക്കെ നമ്മൾ മെന്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ. ഇപ്പൊ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡൊക്കെ എന്താണ്, മെന്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് അത് അച്ചീവ് ചെയ്യുന്നത്. ഹെൻറി മുറെ ഇൻവോൾവ്ഡ് എ നീഡ് തിയറി. ഹെൻറി മുറെ എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു വ്യക്തി ഒരുപാട് നീഡ് തിയറി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ലിസ്റ്റ്, ലോങ് ലിസ്റ്റ് ഉണ്ട് നീഡ്സിനെ കുറിച്ചിട്ട്. ഒരു ലോങ് ലിസ്റ്റ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഹി സജസ്റ്റഡ് എ ലോങ് ലിസ്റ്റ് വിച്ച് ഇൻക്ലൂഡ് സച്ച് നീഡ്സ്. ഈ നീഡ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ലോങ് ലിസ്റ്റ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, നീഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വിച്ച് ഇൻക്ലൂഡ് സച്ച് നീഡ്സ് ആർ നീഡ് ഓഫ് അച്ചീവ്മെന്റ്. ഫസ്റ്റ് പറയണ നീഡ് എന്ന് പറയുന്നത് എന്താണ്, നീഡ് ഫോർ അച്ചീവ്മെന്റ് ആണ്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ നമ്മുടെ ഒരു നീഡ് അവിടെ അച്ചീവ് ചെയ്യാണ്. നമ്മൾ എന്തെങ്കിലും എന്താ പറയാ, ഒരു ആഗ്രഹം സാധിച്ചെടുക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവശ്യം നമ്മൾ സാധിച്ചെടുക്കുകയാണ്. ദെൻ അക്വിസിഷൻ ആണ് ഏറ്റെടുക്കുമ്പോൾ. അതേപോലെ അഫിലിയേഷൻ, അംഗീകാരം നേടുമ്പോൾ, നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കപ്പെടുമ്പോൾ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ടീച്ചറാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സ്കൂളിലൊക്കെ പഠിപ്പിക്കാനൊക്കെ പോയപ്പോൾ മറ്റുള്ളവർ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അംഗീകരിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ഒരു നീഡ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അഫിലിയേഷൻ എന്ന് പറയുന്ന നീഡ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ആക്രമണം, മറ്റുള്ളവരാ. പിന്നെ ഓട്ടോണമി എന്ന് വെച്ചാൽ സ്വയം ഭരണം, നമുക്കൊരു അധികാരം കിട്ടാണ്. നിങ്ങൾക്ക് കിട്ടിയില്ലേ കുട്ടികളൊക്കെ പഠിപ്പിച്ച സമയത്ത് ആ ഒരു ക്ലാസ്സിന്റെ ഫുൾ അധികാരം ആ 1 അവറിലേക്ക് ആണെങ്കിൽ പോലും, ചിലപ്പോൾ ഒരു അവറിലേക്കായിരിക്കും, ആ അവറിലേക്ക് നിങ്ങളാണ് ആ ക്ലാസ്സിൽ ഫുൾ ഓട്ടോണമി ഉള്ളത് ആർക്കാണ്, നിങ്ങൾക്കാണ്. അപ്പൊ ആ സമയത്ത് കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കാനുള്ള ആ ഒരു കൺട്രോൾ അല്ലെങ്കിൽ ആ ഒരു പവർ നിങ്ങളുടെ കയ്യിലേക്ക് അത് വെസ്റ്റഡ് ആയിട്ടുണ്ട്. ദെൻ കൺസ്ട്രക്ഷൻസ്, നിർമ്മാണം, ഡിഫൻസ്, പ്രതിരോധം, ഡൊമിനൻസ്, പിന്നെ അധികാരം, എക്സിക്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രദർശനം, പിന്നെന്താണ് സുപ്പീരിയോറിറ്റി എന്ന് വെച്ചാൽ മറ്റുള്ളവർ ശ്രേഷ്ഠ പദവിയൊക്കെ കിട്ടിയത് മറ്റുള്ളവർക്ക് നമ്മളെല്ലാവരും കോമൺ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പൊ നിങ്ങൾ ഒരാൾ ലീഡർ ആക്കിയിട്ട് തെരഞ്ഞെടുക്കാന്ന് വിചാരിക്കും, നമുക്ക് സുപ്പീരിയോറിറ്റി കിട്ടിയിട്ടുണ്ട്. നമ്മളില് ഈ വോട്ടൊക്കെ ചെയ്തിട്ടൊക്കെ ലീഡർ ആക്കുമ്പോ അവർക്ക് വേണ്ടിയിട്ട് നമ്മളെന്താണ്
സെലക്ട് ചെയ്തല്ലോ. ദെൻ സെക്സ്. ഇത്രയും കാര്യങ്ങളിലാണ് ലോങ് ലിസ്റ്റ് നീഡുകൾ പറയുന്നത്. ഹെൻറി മുറയുടെ ഒപ്പീനിയൻ പ്രകാരം ഇത്രയും നീഡ്സ് ഉണ്ട് ഓരോ വ്യക്തിക്കും എന്ത് ചെയ്യാനായിട്ട്, അച്ചീവ് ചെയ്യാനായിട്ട് എന്നാണ് പറയുന്നത്. ഇൻ ദ ഒപ്പീനിയൻ ഓഫ് മുറെ, the need is hypothetical force that perform the duties of the organizing precision, intelligence and action of an individual. നമ്മള് പറയുന്നത് മുറെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നീഡ് എന്ന് പറയുന്നത് ഹൈപ്പോത്തറ്റിക്കൽ ഫോഴ്സ് ആണ്, ഒരു സാങ്കല്പികമായിട്ടുള്ള ഫോഴ്സ് ആണ്. നമ്മള് ഇന്ന നീഡ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വർക്ക് ഒരു ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ധാരണകളാണ് എടുത്തു വെച്ചിരിക്കുന്നത്, എന്തൊക്കെ ഇന്റലിജൻസ് ആയിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെ ആക്ഷൻസ് ആണ് ഒരു വ്യക്തി ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ആ ഒരു നീഡ് അല്ലെങ്കിൽ ആ ഒരു എയിം അച്ചീവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് ഇത് നീഡ് എന്ന് പറയുന്നത്. ഒരാള് സ്ഥാപനത്തിന് വർക്ക് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു നീഡ് എന്ന് പറയുന്നത് എന്താണ്, സാമ്പത്തിക നേട്ടമായിരിക്കും. ഇപ്പൊ ഒരു കുട്ടീനെ സംബന്ധിച്ച് മറ്റുള്ളവർ അംഗീകരിക്കപ്പെടണം എന്നാണ് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത്. ഇനി ഒരാളെ സംബന്ധിച്ച് അൺസാറ്റിസ്ഫൈഡ് നീഡ് ഉണ്ട്. എന്റെ ഒരു നീഡ് അൺസാറ്റിസ്ഫൈഡ് ആണ്, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ലെവലിൽ എന്റെ ഒരു നീഡ് അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് അവിടെ കിടക്കുകയാണെങ്കിൽ ഞാൻ ആ നീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടി മാക്സിമം എന്നെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് മാക്സിമം എന്റെ എഫേർട്ട് എടുക്കും, എന്നിട്ട് ഞാൻ അത് അച്ചീവ് ചെയ്യും. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ലെവൽ ഓഫ് നീഡ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃപ്തികരമല്ലാത്ത ഒരു ആവശ്യം ഒരു വ്യക്തിയെ ജോലി ചെയ്യാനായിട്ട് എന്ത് ചെയ്യാണ്, ഉണർത്തുന്നു. നമുക്കൊരു അൺസാറ്റിസ്ഫൈഡ് നീഡ് ഉണ്ട്, നമുക്കൊരു നീഡ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മാക്സിമം ആ നീഡ് എന്ത് ചെയ്യാനായിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊക്കെ എന്ത് ചെയ്യും, എഫേർട്ട് എടുക്കും. അത് സംതൃപ്തി ലഭിക്കുന്നത് വരെ നമ്മൾ നിലനിൽക്കും. നമ്മൾ ആ നീഡ് അച്ചീവ് ചെയ്യുന്നത് എപ്പോഴാണോ അത്രയും നാള് വരെ നമ്മൾ എന്ത് ചെയ്യും, രാവേതാണ് പകലേതാണെന്ന് ഒന്നും നോക്കില്ല, ആ നീഡ് അച്ചീവ് ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. Unsatisfied needs would cause the person to work that would be sustained until satisfaction has been given. നമ്മൾ എപ്പോഴാണോ ആ നീഡ് അച്ചീവ് ചെയ്യുന്നത് അത്രയും നാള് വരെ നമ്മളെ വർക്ക് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഫാക്ടറാണ് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ആണ് എന്ത് നീഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു നീഡ് അച്ചീവ് ചെയ്താൽ മാത്രമേ മറ്റൊരു നീഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോകാനായിട്ട് പറ്റുള്ളൂ. ഇനി എബ്രഹാം മാസ്ലോ നീഡ് ഓഫ് അറേഞ്ച് ദ നീഡ് ഇൻ ഹൈറാർക്കി. നമ്മുടെ ഹൈറാർക്കിയിൽ നീഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ഈ എൻവലപ്പ് ഹിസ് ഓൺ സിസ്റ്റം ഓഫ് നീഡ്സ് ആൻഡ് ക്ലാസിഫൈഡ് ഡൗൺ ഇൻടു ടു. രണ്ടായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഡെഫിസിറ്റ് നീഡ്സും ഗ്രോത്ത് നീഡ്സും. ഡെഫിസിറ്റ് നീഡ്സ് എന്ന് പറയുമ്പോൾ പോരായ്മകൾ, എന്തെല്ലാം പോരായ്മകളാണ് എന്റെ നീഡില് ആവശ്യകതയിലുള്ളത്. ഗ്രോത്ത് നീഡ് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇതിലാണ് ഡെഫിസിറ്റ് നീഡിലാണ് വരുന്നത്. നീഡ് കൺസിസ്റ്റ് ഓഫ് ഫിസിയോളജിക്കൽ റിക്വയർമെന്റ് സച്ച് ആസ് ഹങ്കർ തേഴ്സ്റ്റ്. ഇതിലാണ് നമ്മുടെ ബേസിക് നീഡ്സുകൾ വരുന്നത്, ഹങ്കർ തേഴ്സ്റ്റ് ഒക്കെ വരുന്നത്. വൺസ് ദീസ് നീഡ്സ് ആർ ഫുൾഫിൽഡ്, നമ്മൾ ബേസിക് നീഡ് ഫുൾഫിൽ ചെയ്ത് കഴിയും. Then the person try to safety need. അടുത്ത അദ്ദേഹത്തിന്റെ നീഡ് എന്ന് പറയുന്നത് എന്താണ്, സേഫ്റ്റി നീഡ് ആണ്. ബിലോങ്നെസ് നീഡ് ആൻഡ് എക്സ്റ്റീം നീഡ്. അടുത്തടുത്ത സ്റ്റെപ്പുകൾ വരുന്നത് സേഫ്റ്റി നീഡ് അച്ചീവ് ചെയ്യാം, ബിലോങ്നെസ് നീഡ് അച്ചീവ് ചെയ്യാം, എക്സ്റ്റീം നീഡ് അച്ചീവ് ചെയ്യാം. അണ്ടർ ഗ്രോത്ത് നീഡ്, നമ്മൾ ഗ്രോത്ത് നീഡ് എന്ന് പറയുമ്പോൾ there is only one need such as self-actualization need. അദ്ദേഹം പറയുന്ന ആകെ ഒരു ഗ്രോത്ത് നീഡ് എന്താണ് വളർച്ചയിലെ ഏറ്റവും ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വളർച്ചയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നീഡ് എന്ന് പറയുന്നത് എന്താണ്, സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. എനിക്കും അതെ ഏറ്റവും ഇഷ്ടമുള്ള നീഡ് എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. കാരണം ഒരു വ്യക്തി ആരാണെന്ന് തീരുമാനിക്കുന്നത് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്യുന്നതാണ്. സെൽഫ് ആക്ച്വലൈസേഷനോ അക്യൂസിഷൻ ആണോ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. സെൽഫ് അക്വിസിഷൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. സെൽഫ് ആക്ച്വലൈസേഷൻ PDF-ൽ അക്വിസിഷൻ എന്നാണ്. ഞാൻ ടെസ്റ്റ് നോക്കിയിട്ട് സെൽഫ് ആക്ച്വലൈസേഷൻ എഴുതിക്കോട്ടോ. ഓക്കെ ഓക്കെ മാം. സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് കുട്ടികളെ മിസ്റ്റേക്ക് ആണ്. ഓക്കെ,
അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് പേഴ്സണലി എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആരാണ് അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് നമ്മൾ തന്നെ എന്താ പറയാ മനസ്സിലാക്കുന്ന ഒരു മെന്റൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു തിയറിയാണ് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്താണ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത്, എന്തെങ്കിലും അർത്ഥം വേണ്ടേ? നമ്മൾ ഇവിടെ വന്നു ജീവിച്ചു, കുറെ നാൾ ഇവിടെ സ്പെൻഡ് ചെയ്ത് ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്, നമ്മളിതേ പോകുന്നു. അങ്ങനെയല്ല. അല്ലാതെ നമ്മൾ എന്താണെന്ന് നമ്മൾ ആ ഒരു ചില ആൾക്കാർ നമ്മൾ പറയില്ലേ, ഒരുപാട് ദൂരത്തേക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന വേൾഡ് ആണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അല്ല. ഒരുപാട് ലോകം കാണുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. നമ്മൾ പണ്ട് ഈ എന്താ പറയാ, ഈ ലോകമൊക്കെ കാണാൻ വേണ്ടി പോണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കളിയാക്കുന്നുണ്ട്. ആരെയാണ് സന്തോഷ് ജോർജ് കുളങ്കര? നിനക്കറിയോ ആരാണ് സന്തോഷ് ജോർജ് കുളങ്കര? എല്ലാവർക്കും അറിഞ്ഞൂടെ? സഫാരി ചാനലിന്റെ നമ്മുടെ ലേബർ ഇന്ത്യയിലൊക്കെ എഴുതുന്ന ആളല്ലേ മാം? ലേബർ ഇന്ത്യയുടെ ഓണർ നമ്മള് സഫാരി ചാനലിന്റെ MD ആണ്. സഞ്ചാരം, അതെ. എത്രയോ വർഷം മുമ്പാണ് അദ്ദേഹം ഒരു ക്യാമറയിൽ എടുത്തുകൊണ്ട് ഞാൻ ലോകം ചുറ്റി കാണാൻ പോവുകയാണ്, അത് വീഡിയോ എടുത്ത് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ കാണിക്കാന്ന് പറയാം. എന്റെയൊക്കെ ചെറുപ്പത്തില് ഞാൻ ഈ പറഞ്ഞ വേൾഡൊക്കെ കണ്ടിട്ടുള്ള സഞ്ചാരം എന്ന് പറയുന്ന പ്രോഗ്രാം വെച്ചിട്ടാണ്, പ്രോഗ്രാമിലൂടെയാണ്. ഇങ്ങനൊരു ലോകമുണ്ട്, അല്ലെങ്കിൽ പുറത്ത് നമ്മൾ ഈ കാണുന്ന ലോകമല്ല, ഈ മറ്റൊരു ലോകമുണ്ട്, ഇങ്ങനൊരു കൾച്ചർ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഭൂരിഭാഗം. എനിക്ക് ഞാൻ ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു സഞ്ചാരം എന്ന് പറയുന്ന പ്രോഗ്രാമിനോട്. ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അദ്ദേഹം ആ സമയത്ത് എത്രയോ നാൾ മുമ്പ്, ഇപ്പൊ കുറെ ആൾക്കാർ ലോകം ചുറ്റാൻ പോണെന്നൊക്കെ പറഞ്ഞ് പോകുന്നവരുണ്ട്, ഇന്ന് കോമൺ ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് ഒന്ന് വിചാരിച്ച് 90കളിലാണ്. ആ സമയത്ത് ഒരു 23 ഒരു വയസ്സുള്ള ഒരു കുട്ടി ഞാൻ ഒരു ക്യാമറയിൽ നോക്കി ഞാൻ ലോകം ചുറ്റാൻ പോവാന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തെന്നാ പറയുന്നത്. അതെന്താണ്, നമ്മൾ കാണട്ടെ, ഒരുപാട് ലോകമുണ്ട്, എന്തൊക്കെയാണ് അവിടുത്തെ കൾച്ചർ. അപ്പൊ അദ്ദേഹം ആ ഒരു യാത്രകളിലൂടെ അദ്ദേഹം അച്ചീവ് ചെയ്തത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. അദ്ദേഹത്തിന് കുഴപ്പമില്ല, നല്ല സാമ്പത്തിക സ്ഥിതിയുണ്ട്. ഞാൻ ഈ പറഞ്ഞ ആദ്യം മുതലുള്ള 4 നീഡ്സും അച്ചീവ് ചെയ്തതിന് ശേഷമാണ് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലേക്ക് എത്തിയത്. നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവും ഇതേപോലെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. നമ്മൾ എന്തിനാണ് ഇവിടെ ഭൂമിയിൽ വന്നത്? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണ്ടേ? എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണ്ടേ? എപ്പോഴെങ്കിലും നമ്മൾ ഓർത്ത് വെക്കാനായിട്ട് ആരെങ്കിലൊക്കെ വേണ്ടേ? നമ്മളിവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലൊക്കെ വേണ്ടേ എന്നുള്ളൊരു അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടണം. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ നമ്മളൊരു എന്താ പറയുക, നമുക്ക് തന്നെ നമ്മളൊരു ഫീലിംഗ് ഉണ്ടാക്കണം, ഞാൻ ആ നീഡ് ഒന്ന് അച്ചീവ് ചെയ്തു എന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞ സന്തോഷ് ജോർജ് കുളങ്കര എന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹത്തിന്റെ ഈ എന്താ പറയുക യാത്രകളിലൂടെ അദ്ദേഹം ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്യാനാണ് ട്രൈ ചെയ്തത്. ഇപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് ഈ യാത്രകളോടുള്ള ലഹരി ഇപ്പോഴും മാറിയിട്ടില്ല, ഇനിയും യാത്ര ചെയ്യണം എന്നാ പറയുന്നത്. അപ്പൊ എന്താണ് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. നിങ്ങൾ എന്നാണ് ആ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് കണ്ടെത്തുന്നതും നമ്മളിപ്പോ എന്താവട്ടെ, ചിലപ്പോ ചില ആൾക്കാർ ഇങ്ങനെ വഴിതെറ്റി വന്നതായിരിക്കും, ചിലപ്പോ ചിലവർ ഇഷ്ടത്തോട് വന്നതായിരിക്കും, ഈ ഒരു മേഖല താല്പര്യപ്പെട്ട് വന്നതായിരിക്കും. അപ്പൊ നമ്മുടെ എന്താണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ നീഡ്സിൽ വിലയിരുത്തുന്നതാണ്. ഓക്കെ, നോക്കാം കേട്ടോ. മാസ്ലോ ആസ് എ ഹ്യൂമനിസ്റ്റ് believed in individual difference and degree of humans. നമ്മൾ ഓരോ വ്യക്തികളും ഡിഫറെന്റ് ആണ്, ഓരോ ഇൻഡിവിജ്വൽസും ഡിഫറെന്റ് ആണ്. നമ്മുടെ കൂട്ടത്തിൽ 66 പേരുണ്ട്, 66 ഇൻഡിവിജ്വൽസും ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് പല പല സ്വഭാവങ്ങളിൽ നിന്നുള്ള, പല പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന, പല പല കൾച്ചർ ഫോളോ ചെയ്യുന്ന ആളാണ്. The order of needs begin from basic survival ടു ഹയർ ഓർഡർ നീഡ്സ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളുടെ എല്ലാവരുടെയും നീഡ്സ് ഈ പറഞ്ഞ ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അച്ചീവ് ചെയ്യുന്നത്. There are physiological needs, safety need, love and belongingness needs. ആ ഒരു വേർഡ് അങ്ങനെ തന്നെ കറക്റ്റ് ചെയ്യുക. Love and belongingness needs and extreme needs, self actualization. സെൽഫ് ആക്ച്വലൈസേഷൻ നേടും. നേരത്തെ അവർക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്, ഒന്ന് കറക്റ്റ് ചെയ്തു. സെൽഫ് ആക്ച്വലൈസേഷൻ നേടാണ്. അപ്പൊ നമ്മളുടെ നീഡ്സ് കറക്റ്റ്
നെക്സ്റ്റ് ആയിട്ട് ഈ സൈക്കോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നീഡ് സേഫ്റ്റി നീഡ്സ് ആണ്. സേഫ്റ്റി നീഡ്സ് കഴിഞ്ഞാൽ ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ്സ് ആണ്. നെക്സ്റ്റ് നീഡ്സ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ വിലയിരുത്തണം. നമ്മളിത് ഒരു കാര്യം പഠിച്ചല്ലോ, അപ്പൊ നമ്മുടെ സൈക്കോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ? നമുക്ക് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, ഫാമിലിയിൽ അത്യാവശ്യം നല്ല ഫുഡും ഷെൽഫും ഒക്കെ കിട്ടുന്നുണ്ട്. സേഫ്റ്റി ആണ് നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ എന്താ പറയാ ഹസ്ബൻഡിന്റെ ഒപ്പം അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഒപ്പം നല്ല സേഫ് ആയിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ലവ് ആൻഡ് ബിലോങ്നെസ്, നമ്മൾ സ്നേഹിക്കാനും നമ്മളാ സ്നേഹിക്കപ്പെടാനും ഒരുപാട് പേര് നമ്മളെ ചുറ്റുണ്ട്. എക്സ്ട്രീം നീഡ്സ് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളെ മക്കളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മൾ തിരിച്ചും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഉറപ്പ് വരുത്തുക. ഞാൻ പറഞ്ഞ പോലെ ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീൽ റെസ്പെക്ട്, ആ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിനാണ് ആ റെസ്പെക്ട് കൂടുതലായിട്ട് കിട്ടാറ്. പിന്നെ നെക്സ്റ്റ് നീഡാണ്, അതെന്താണ് നിങ്ങൾ ഓരോരുത്തരും കണ്ടെത്തണം. എന്താണ് നിങ്ങൾക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്നുള്ളത്? ആർക്കെങ്കിലും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടോ? ഇന്നതാണ് എന്റെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്, ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ എന്താ പറയാ പൂർണ്ണതയിലേക്ക് എത്തും, അല്ലെങ്കിൽ ഞാൻ ഒരു വ്യക്തിയായിട്ട് ജീവിച്ചതിൽ എന്റെ ഏറ്റവും വലിയ എന്താ പറയാ ഒരാഗ്രഹം അല്ലെങ്കിൽ ഒരു നീഡാണ് ഇന്നതെന്ന് പറയാനായിട്ട് പറ്റും. അങ്ങനെയൊന്നും ഇല്ല നിങ്ങക്ക്? ആ മാം, ഒരു നല്ലൊരു ജോലി, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ പറഞ്ഞിട്ട് എനിക്ക് വരുന്നത്. ഇപ്പോ ഇപ്പൊ നമ്മള് ഹസ്ബൻഡിന്റെ കൂടെ അവര് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നു. അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുമ്പോ അതൊരു ഏറ്റവും വലിയൊരു ഡ്രീമാണ്. അത് വളരെ നല്ല കാര്യമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് സ്വന്തം കാലിൽ നിൽക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ഒരു കാര്യത്തിന് മറ്റുള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് അവർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരത് ചെയ്യുന്നതിനൊന്നും പറയുന്നില്ല, പക്ഷെ എന്തായാലും നമുക്കൊരു ഫീലിംഗ് ഉണ്ട് നമ്മൾ സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന്. അപ്പൊ ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞ മോനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം അച്ചീവ് ചെയ്യുക, ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളതാണ് മോന്റെ സെൽഫ് ആക്ച്വലൈസേഷൻ. മറ്റുള്ളവരുടെ അല്ല, ഞാൻ പറയാം എന്റെ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ കണ്ടൊരു സ്വപ്നമുണ്ട്. ആ ഒരു സ്വപ്നം അച്ചീവ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വഴിയിൽ പോയതാണ്. ഞാൻ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ഒക്കെ ചെയ്തു, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ഒക്കെ ചെയ്തു, എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തു. ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു 2-3 മാർക്കിന് ആ എക്സാമിന് എന്തായാലും ഡീവിയേറ്റ് ചെയ്ത് പോയി. ഞാൻ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയി. ഭയങ്കര ഡിപ്രഷൻ വെച്ചാൽ ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു. നമുക്ക് കയ്യെത്തി കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ കിട്ടിയെന്ന് വെച്ചാൽ കിട്ടി. 1-2 മാർക്കിനൊക്കെ നമുക്കത് നഷ്ടപ്പെടുമ്പോ വരുന്ന ഫീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്താ പറയാ പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അത് കിട്ടിയില്ല. കുറെ നാളത്തേക്ക് അതിന്റെ ഡിപ്രഷൻ ആയിരുന്നു. അത് വിഷമാണ് നമുക്ക്. നമ്മൾ ഇത്രയും കാലം ഞാൻ ചെറുപ്പം മുതലേ ആഗ്രഹിച്ച ഒരു സ്വപ്നം അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര പ്രശ്നമായിരുന്നു അത്. അത് കഴിഞ്ഞ് ഞാൻ എന്താ പറയാ അത് കഴിഞ്ഞു ഞാൻ വേറെ ഫീൽഡ്, ടീച്ചിങ് ഫീൽഡിലേക്ക് നോക്കി. ടീച്ചറാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും ഞാൻ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എന്നാലും എനിക്ക് ആ ഒരു സ്വപ്നം അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇപ്പോഴും എന്നോട് ആൾ ചോദിക്കുകയാണ് എന്താണ് പോലെ എയിം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളോട് ചോദിക്കില്ല, കുട്ടികളോടാണ് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നം എന്താണ് നമ്മുടെ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ ചോദിക്കും. എന്താവണം എന്നാണ് ആഗ്രഹം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും ടീച്ചർ ആവണം, ഡോക്ടർ ആവണം എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ആ ആഗ്രഹമാണ് ഓർത്ത് വരുന്നത്. ആ ഒരു സ്വപ്നം എനിക്ക് വരും. ഇന്നതാവണം എന്നായിരുന്നല്ലോ ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ ആഗ്രഹമായിട്ട് പറഞ്ഞത്. അപ്പൊ എന്താണെങ്കിൽ നിങ്ങളൊക്കെ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ കുട്ടികളോടൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കണം. അതേപോലെ നമ്മളോടും തന്നെ ചോദിക്കണം എന്താണ് നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഫേർട്ട് എടുക്കേണ്ടത്. അത് അച്ചീവ് ചെയ്യുന്ന ആ ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡിൽ നമുക്ക് ആ ഒരു ഫീലിംഗ് പറഞ്ഞാൽ ഭയങ്കര വലുതായിരിക്കും. ഞാനിങ്ങനെ ആലോചിച്ച് ഒരുപാട് മെന്റലി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു നിമിഷം ഞാൻ എങ്ങനെ എൻജോയ് ചെയ്യും, അത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും എന്റെ ഫീലിംഗ് എന്നൊക്കെ ഞാൻ ഇതിനിടയ്ക്ക് ആലോചിക്കാറുണ്ട്. നമ്മൾ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ആലോചിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ വീണ്ടും ഞാനിപ്പോ ഈ ഒരു ഫീൽഡ് ആണെങ്കിൽ പോലും എനിക്ക് ഇപ്പോഴും എന്താണ് അത് അച്ചീവ് ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും അവരവരോട് തന്നെ വിലയിരുത്താം നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്താണ്. ഇപ്പൊ ഈ പറഞ്ഞ നീഡുകളൊക്കെ എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. സോ എന്താണ് അടുത്ത സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്? ചിലപ്പോൾ ടീച്ചർ ആയതിനു ശേഷമായിരിക്കും നമുക്ക് ആ ഒരു നീഡ് ചിലപ്പോൾ വരുന്നത്. ചിലപ്പോൾ മിക്കവരും എക്സ്ട്രീം നീഡിലായിരിക്കും നിൽക്കണം. എക്സ്ട്രീം നീഡ് ബിലോങ്നെസ് നീഡ് വരെ എത്തിയിട്ടുണ്ടാവും. എക്സ്ട്രീം നീഡ് കൂടി കിട്ടിക്കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അടുത്ത നീഡ്
സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത് നീഡ് എന്ത് ചെയ്യുന്നത് ഡ്രൈവ് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ അത് ഇങ്ങനെ വരുന്നത്. അപ്പൊ നമുക്ക് ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കണം, ഇത് അച്ചീവ് ചെയ്താലാണ് എനിക്ക് ഈ ഒരു കാര്യം അച്ചീവ് ചെയ്താലാണ് എനിക്ക് ഇത്രയും ഹാപ്പിനെസ് കിട്ടുക. നിങ്ങളത് മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാം. ഒന്ന് വായിച്ചു നോക്കിയേ, നീഡ് കൺസെപ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. മിസ് ഈ അഗ്രഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു അതിന്റെ മീനിങ്? എന്താണ് അഗ്രഷൻ എന്ന് പറഞ്ഞില്ലേ, മറ്റേ ഓട്ടോമാറ്റിക് ആക്രമണം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ആക്രമണം അങ്ങനത്തെ ഒരു മീനിങ് ആണ് വരുന്നത്. നമ്മുടെ ഓപ്പോസിറ്റ് നമുക്ക് എന്തെങ്കിലും എന്താ പറയാ, എന്തെങ്കിലും നമുക്ക് എതിരെ എന്തെങ്കിലും ആക്ഷൻസ് വരാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് അഗ്രഷൻ എന്ന് പറയുന്നത്. ഇതാണ് ആക്രമണം എന്ന് പറയുന്നത്. പ്രതിരോധം എന്നൊക്കെ ഉദ്ദേശിക്കുന്ന പോലെ കേട്ടോ. അതിൽ കുറച്ച് വേർഡ്സുകൾ കറക്റ്റ് കുറെ വേർഡ്സുകൾ പറഞ്ഞു പോകുന്നുണ്ട്, ഇന്ന വേർഡ്സ് ആണ്. ഒന്ന് മീനിങ് ഞാൻ പറഞ്ഞിട്ട് മലയാളം ആ പറഞ്ഞപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കേട്ടോ. ഞാൻ പറയാം, ഒരു ദിവസം എന്റെ ആഗ്രഹം എന്തായിരുന്നു എന്ന് പറയാം കേട്ടോ. ഇതിപ്പൊ പറയാറില്ല. നിങ്ങൾ വായിച്ചു നോക്കി, നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായിട്ട് വിലയിരുത്തണം നമ്മളെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നൊക്കെ. ആഗ്രഹങ്ങള് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാനായിട്ടുള്ള എന്താണ് പ്രചോദനമാവുള്ളൂ, അല്ലെ? ആഗ്രഹങ്ങളില്ല, നമുക്ക് ഇനി ഒന്നും അച്ചീവ് ചെയ്യാനില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനൊരു താല്പര്യം ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാനുള്ള എന്ത് കിട്ടുള്ളൂ, ലഹരി കിട്ടുള്ളൂ എന്നാ പറയണേ. അയച്ചു നോക്കിട്ടാ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് രണ്ടുപേര് മതിയാവും. രണ്ടുപേർക്ക് ഒരു അസൈൻമെന്റ് തരട്ടെ. അടുത്ത 2 പാരഗ്രാഫ് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള പാരഗ്രാഫ്. ജസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വലിയ പാരഗ്രാഫ് ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വീണ്ടും ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്യില്ല. എനിക്ക് ഈ പോർഷനില് ഇത്രയും എടുത്ത നീഡ്സ് വരെ എനിക്ക് ഇഷ്ടമാണ്. ഇനി പറയുമ്പോ അത് നിങ്ങൾക്ക് ബോറടിപ്പിക്കും. അതുകൊണ്ട് ആരെങ്കിലും 2 പേര് മുന്നോട്ട് വരികയാണെങ്കിൽ അവർ 2 പേര് ഈ പാരഗ്രാഫ് ഷെയർ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങളത് എങ്ങനെയാണ് സെമിനാർ രൂപത്തിൽ വായിക്കുന്നു, അതിന്റെ മീനിങ് പറയുന്നു. ഇനി എന്തെങ്കിലും മീനിങ്ങിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ഞാൻ ആ സമയത്ത് തന്നെ ആഡ് ഓൺ ചെയ്തോളാം. അതൊന്ന് പ്രിപ്പയർ ചെയ്ത് വരാൻ പറ്റുമോ? ഓക്കെ, 2 പേര് വേഗം ഒന്ന് പേര് ഞാൻ റെഡിയാണ് മിസ് ചെയ്യുന്ന പറഞ്ഞ പേരൊന്ന് ടൈപ്പ് ചെയ്ത് അയക്കും. I am ready, Mumtaz. മുംതാസ്. ഓക്കെ, മുംതാസ് ഒന്നാണ്. പിന്നെ അടുത്ത ആരാണ്? പിങ്കി മാം, പിങ്കി.
പിങ്കി, മുംതാസും പിങ്കിയാണ്. നിങ്ങൾ ഓർത്ത് വെക്കണേ രണ്ടുപേരും. അടുത്ത ക്ലാസ്, Ma'am, നെക്സ്റ്റ് ക്ലാസ്. ഈ സാറ്റിസ്ഫാക്ഷൻ ആ പാരഗ്രാഫും ദ ടു ടൈപ്സ് ഓഫ് എസ്റ്റീം നീഡ്സ് അതുമല്ല? അതെ, സാറ്റിസ്ഫാക്ഷൻ ഓഫ് സൈക്കോളജിക്കൽ നീഡ് മുതൽ ലവ് നീഡ് വരെ മുംതാസ് എടുക്കണം. അത് മോൻ എന്താണ് ആ നീഡ്സ്, അത് വായിക്കാം, ഞാൻ അതിന്റെ മീനിങ് പറയാം, അല്ലെങ്കിൽ അതിൽ നിന്ന് മോൻ എന്താണോ മനസ്സിലായിട്ട് ആ കാര്യം പറയാം. കൺക്ലൂഡ് ചെയ്യുന്നത് ഞാൻ ചെയ്തോളാം. ഫുള്ള് എന്താണ് അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള മീനിങ്. പിങ്കി ദ ടു ടൈപ്സ് ഓഫ് എക്സ്ട്രീം നീഡ്സ് മുതൽ ഹൈ പെർഫോമൻസ് വരെ പിങ്കി മാർക്ക് ചെയ്തോട്ടാണോ. അതൊന്ന് സെമിനാർ രൂപത്തിൽ നമ്മൾ ക്ലാസ്സിലൊക്കെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ സെമിനാർ ഒക്കെ എടുക്കൂലേ, കാര്യങ്ങൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യില്ലേ, അതേപോലെ എടുക്കണം കേട്ടോ. ഓക്കെ മാം. ഞാൻ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യം ചോദിക്കാനാണ്. നമ്മള് എത്രയാണ് മൊഡ്യൂൾ പാർട്ട് 2 ആണ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത് അല്ലെ? പാർട്ട് 2 അല്ലേ നമ്മള് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. പാർട്ട് 3 ജിഷ ടീച്ചർ അല്ലേ എടുക്കണേ? അതെ. എടുത്തെന്നൊന്ന് പറയാമോ? പാർട്ട് 2 ആണോ പറയണ്ടേ? പാർട്ട് 3 ജിഷ ടീച്ചർ 4th ചാപ്റ്റർ ആണ് എടുത്തോണ്ടിരിക്കുന്നത്. സെൽഫ് കൺസ്ട്രക്ഷൻസ് അത്രയും വരെ എടുത്തു അല്ലേ? ഓക്കെ. പാർട്ട് 2 ചൈൽഡ് ഡെവലപ്മെന്റ് സൈക്കോളജിയില് എത്ര ചാപ്റ്റേഴ്സ് കവർ ചെയ്ത്? ഇനി ഏതൊക്കെ എടുക്കാൻ ഉള്ളതെന്നൊന്ന് പറയാമോ? 5th, 7th, 10th. 5th, 7th, 10th. എഡ്യൂക്കേഷൻ സൈക്കോളജിയും എഡ്യൂക്കേഷൻ സൈക്കോളജിയും മിസ്സാണ് എടുക്കുന്നത്. ജിഷ ടീച്ചറാണോ? ജിഷ ടീച്ചർ ഏതും എടുത്തിട്ടില്ല. പാർട്ട് 2 എടുത്തിട്ടില്ല അല്ലെ? ഇല്ല ഇല്ല. അപ്പൊ ആദര ടീച്ചറായിരിക്കും സൈക്കോളജിയും എഡ്യൂക്കേഷൻ സൈക്കോളജി. ലാംഗ്വേജ് ഡെവലപ്മെന്റും ഉണ്ട്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് അല്ലെ? ഡിഫൻസ് മെക്കാനിക്സ് ഒക്കെ എടുത്തോ? അത് എടുത്തോണ്ടിരിക്കും ആദര ടീച്ചർ. അതെ. ഓക്കെ, ഇൻഡിവിജ്വൽ ഡിഫറൻസും ലാംഗ്വേജ്. ഓക്കെ, ഒന്ന് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ എവിടെ വരെ എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മാം, എക്സാമിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലാന്ന്. അപ്പൊ എക്സാമിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറഞ്ഞുതരുമോ? എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല, അത് അറിയിക്കൂന്നല്ലേ പറഞ്ഞത്? ഏകദേശം ഏത് ടൈമിനായിരിക്കും? ഏകദേശം നമ്മൾ കോഴ്സ് തുടങ്ങി 6 മാസത്തിനുള്ളിൽ മോഡൽ എക്സാം സാധാരണ കൊടുക്കാറ്. 6 months കഴിയുമ്പോൾ നമ്മുടെ പാർട്ട് മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ആവും. അപ്പൊ മോഡൽ എക്സാം വരാറ് സാധാരണയായിട്ട് കേട്ടോ. ഓക്കെ. പാർട്ട് 3 കഴിഞ്ഞ പാർട്ട് 4 സിമ്പിൾ ആണ്, അധികം ലെങ്തി ആയിട്ടുള്ള പോർഷൻസ് അല്ല, സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങളത് അറിയിക്കും, ഇവിടുന്ന് ഇൻഫോർമേഷൻ ഉണ്ടാവും ഗ്രൂപ്പിൽ എക്സാമിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ കേട്ടോ. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അസൈൻമെന്റ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ് എന്നാണ്? ഫ്രൈഡേ അല്ലേ? ചിലപ്പോൾ ഫ്രൈഡേ എനിക്ക് പകരം ടീച്ചറാണ് തരുന്നെങ്കിൽ നെക്സ്റ്റ് മൺഡേക്ക് നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വന്നോട്ടെ. നെക്സ്റ്റ് ഫ്രൈഡേ നെക്സ്റ്റ് ക്ലാസ് എന്നാണോ എന്തായാലും ഫ്രൈഡേ ആണെങ്കിൽ ഫ്രൈഡേക്ക് പ്രിപ്പയർ ചെയ്ത് വന്നു എല്ലാവരും കേട്ടോ. രണ്ടുപേരും ദാസും അതെ പ്രിപ്പയർ ചെയ്ത് വരണം. ഓക്കെ, അപ്പോ സൈൻ ഔട്ട് ആരാ പറയുന്നേ? സൈൻ ഔട്ട് ഞാൻ പറയാം. ഓക്കെ, പറഞ്ഞോട്ടോ. വർക്ക് ഹാർഡ് ഇൻ സൈലൻസ്, ലെറ്റ് യുവർ സക്സസ് ബി ദ നോയ്സ്. നിശബ്ദതയിൽ കഠിനാധ്വാനം ചെയ്യുക, നിങ്ങളുടെ വിജയം ശബ്ദമായിരിക്കട്ടെ. സൈൻ ഔട്ട്, മുംതാസ്. മാം, റെക്കോർഡില് എന്താണ് സന? റെക്കോർഡില് ഡിജിറ്റൽ പെയിന്റിങ്ങില് ഒന്നല്ലേ കൊടുക്കാൻ പറഞ്ഞ, ഒന്ന് കൊടുത്താൽ മതിയോ? ഒന്ന് മതി. ഇപ്പൊ 1-2 ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മളല്ലേ തിക്ക് ഒട്ടിക്കുമ്പോഴേ ഒരു പേജിൽ തന്നെ ഒട്ടിച്ചൂടെ? എന്താണ്? നമ്മളിപ്പോ ഡൊമസ്റ്റിക് അനിമൽസിനൊക്കെ പിക്ക് ഒട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പിക്ചർ ഒട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നമുക്കൊരു പേജിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് ഒട്ടിച്ചൂടെ? ഓരോ പേജിൽ ഒട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ? ഇല്ല, ഒരു പേജിൽ തന്നെ ഒരു 4-5 എങ്ങനെയാണോ ആ പിക്ചറിന്റെ സൈസ് നോക്കിയിട്ട് നിങ്ങൾ ഒട്ടിച്ചത് കുഴപ്പമൊന്നുമില്ല. ഓരോ പേജിലൊന്നും ഒട്ടിക്കണ്ട കേട്ടോ. എന്തോരം ബുക്ക് വേണ്ടി വരും? ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. താങ്ക് യു മാം.